നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ കോടതിക്ക് മുന്നിൽ പി.സി. ജോർജ് കീഴടങ്ങിയ വാർത്ത പുറത്തുവന്ന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കോടതി ജാമ്യാപേക്ഷയിലെ വിധിയും പറഞ്ഞിരിക്കുന്നു. പി.സിക്ക് ജാമ്യമില്ല, മറിച്ച് റിമാൻഡിൽ കഴിയേണ്ടി വരും. ടെലിവിഷൻ ചർച്ചയ്ക്കിടയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെ ഇപ്പോൾ കോടതി 2 ആഴ്ചക്കാലത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈരാറ്റുപേട്ട മുൻസിഫ് കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിവരെ പോലീസിന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള സാവകാശം കോടതി നൽകും. അതിനുശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനം. ചോദ്യം ചെയ്യലിനായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് പി.സി. അറിയിച്ചിരുന്നെങ്കിലും വളരെ വിദഗ്ധമായി ഈരാറ്റുപേട്ട കോടതിയിലെത്തി കീഴടങ്ങിയാണ് പി.സി. മുന്നോട്ട് നീങ്ങിയത്. കോടതിയിൽ നേരിട്ടെത്തുമ്പോൾ ആനുകൂല്യം ലഭിക്കുമെന്ന് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകാം. പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത് കനത്ത തിരിച്ചടിയാണ്. മതവിദ്വേഷ കലാപാഹ്വാന കുറ്റം ചുമത്തി പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് ഇതാദ്യത്തെ സംഭവവുമല്ല. നേരത്തെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിനിടയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് അതീവ നാടകീയമായി പി.സിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചതൊക്കെ തന്നെ ഏവരും കണ്ടിരുന്നതാണ്. പിന്നീട് ജാമ്യത്തിലിറങ്ങി പി.സിയോട് അടങ്ങിയിരിക്കണമെന്ന താക്കീത് കോടതി നൽകിയെങ്കിൽ പോലും അതിനെയും മറികടന്നുകൊണ്ട് അതിനെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയതും വീണ്ടും മതവിദ്വേഷ പ്രസംഗം നടത്തിയതും കേരളക്കര കണ്ടതാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ ജാമ്യം റദ്ദാക്കുന്ന അവസ്ഥ പോലും ഒരു ഘട്ടത്തിലുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ തന്നെ മുഖവിലേക്കെടുത്താണ് കോടതി ഇത്തവണ ജാമ്യം നൽകില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം 6 മണിവരെ കസ്റ്റഡി സമയമുണ്ട്. ചോദ്യം ചെയ്യാനായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് നോട്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം പി.സിയുടെ മകൻ ഷോൺ ജോർജ് ആയിരുന്നു ഏറ്റുവാങ്ങിയത്. പിന്നാലെ ഒളിവിൽ പോയിരുന്നു. പി.സി പിടികൊടുക്കാതെ കോടതിയിലേക്ക് നേരിട്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പി.സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. 30-40 വർഷത്തോളം MLA ആയിരുന്ന ഒരു വ്യക്തി സാധാരണക്കാരനെ പോലെ അല്ല ഒരിക്കലും പ്രവർത്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും. എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന പി.സി. ജോർജിനെ രാഷ്ട്രീയക്കാരനായി തുടരാൻ പോലും അർഹതയില്ല എന്നാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് പി.സി. കോടതിയിൽ നേരിട്ട് കീഴടങ്ങാൻ തയ്യാറായതും. കോടതി പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടു. കോടതി തീരുമാനത്തിന് പിന്നാലെ പി.സി. ജോർജിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. ഇന്ന് വൈകിട്ട് 6 മണിക്ക് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസ് റിപ്പോർട്ട് പരിഗണിച്ച് ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്ത കോടതി റിമാൻഡ് ചെയ്യാൻ പറഞ്ഞതനുസരിച്ച് ജയിലിലടയ്ക്കുമെന്നാണ് കരുതുന്നത്. പി.സിയെ റിമാൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചത്. 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ കേവലം 4 മണിക്കൂർ മാത്രമാണ് കസ്റ്റഡി സമയം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. സമയം കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. പി.സിക്കെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ റിപ്പോർട്ട് അടക്കം പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ പി.സിക്ക് ഏറ്റവും തിരിച്ചടിയായി മാറിയതും മുൻകാല ചരിത്രം തന്നെയാണ്. ബി.ജെ.പി. നേതാക്കൾക്കൊപ്പം തന്നെയാണ് പി.സി. ജോർജ് ഇന്ന് കോടതിയിലെത്തിയത്. പി.സിയുടെ റിമാൻഡ് പുറത്തു വന്നതിന് പിന്നാലെ, റിമാൻഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ ജനരോഷം തന്നെയാണ് നേതാക്കൾക്കിടയിൽ, ബി.ജെ.പി. നേതാക്കൾക്കിടയിൽ ഉയർന്നു കേൾക്കുന്നത്. ഇതിന് വലിയ അപരാധം എന്താണ് പി.സി ചെയ്തതെന്നാണ് പലരും ഇതിനോടകം തന്നെ ചോദിക്കുന്നത്. രാവിലെ മുതൽ പി.സി. ജോർജിന്റെ വീട്ടിൽ ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയതുകൊണ്ട് പ്രതിഷേധ പ്രകടനം അടക്കമുള്ള നടപടികൾ ബി.ജെ.പി. ഒഴിവാക്കിയാണ് സമാധാനപരമായി മുന്നോട്ട് പോയത്. ഇനി എന്താകുമെന്നുള്ളത് കണ്ടറിയണം. കഴിഞ്ഞ 2 ദിവസമായി പി.സിയെ അന്വേഷിച്ച് തിരഞ്ഞ് പോലീസ് നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു അറസ്റ്റ് നീക്കം നടത്തിയതിന് പിന്നാലെയാണ് പി.സി ഹാജരാകാൻ വേണ്ടി 2 ദിവസത്തെ സാവകാശം തേടിയത്. ജനുവരി 5-ാം തീയതി നടത്തിയ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ പി.സിയുടെ അബദ്ധവാചകം തന്നെയാണ് ഈ അറസ്റ്റിനടക്കം കാരണമായി മാറിയത്. അന്ന് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. കോട്ടയം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി.സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ തള്ളി. കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാനായി നീക്കം നടത്തി. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് അറിയിച്ചു. പക്ഷേ അവിടെയും നാടകീയമായി നീക്കം നടത്തി കോടതിയിൽ ഹാജരായി. കോടതി കേസ് പരിഗണിച്ചപ്പോൾ പി.സിയുടെ മുൻകാല ചരിത്രമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം നൽകാൻ അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. വാദം കേട്ട ശേഷം പി.സിയെ കസ്റ്റഡിയിൽ വിട്ട് ഇപ്പോൾ റിമാൻഡും ചെയ്തു. മതവിദ്വേഷ പരാമർശം, കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തേണ്ട കുറ്റങ്ങൾ ഇതിനു മുൻപും പി.സി ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പി.സിക്ക് തിരിച്ചടിയാകുന്നത്. 3 വർഷം മുൻപാണ് തിരുവനന്തപുരം അനന്തപുരിയിൽ നേരത്തെ പരാമർശിച്ച ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പരാമർശം നടത്തി പുലിവാല് പൊല്ലാപ്പ് പിടിച്ചത്. അന്ന് ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തി ഫോർട്ട് പോലീസായിരുന്നു അതീവ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ പി.സിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. വലിയ പ്രതിഷേധവുമായി ബി.ജെ.പി. നേതാക്കളടക്കം അന്നും രംഗത്തെത്തിയിരുന്നു. കേസിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നടപടി കോടതിയും പോലീസും ഒരുപോലെ സ്വീകരിച്ചു. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു കാരണവശാലും ഒരു
ക്ഷമയുടെ കണിക പോലും അർഹിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് കോടതി അന്ന് സ്വീകരിച്ചത്. PC-യെ പിന്നീട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ശേഷം കർശന ജാമ്യവ്യവസ്ഥയോടെ പുറത്തുവിട്ടു. എന്നാൽ പുറത്തിറങ്ങി PC വീണ്ടും ഇതിന് ബദലായി വലിയ തോതിൽ ഒരു പ്രസംഗം നടത്തി. അത് പാലാരിവട്ടത്ത്, അതും മതവിദ്വേഷ പരാമർശമുണ്ടായിരുന്നു. പാലാരിവട്ടം പോലീസ് അന്ന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പാലാരിവട്ടം പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് തിരുവനന്തപുരത്തെ കേസിൽ ജാമ്യവ്യവസ്ഥയുടെ ലംഘനം ചൂണ്ടിക്കാട്ടി ജാമ്യം റദ്ദാക്കി. തുടർന്ന് 2 കേസിലും PC ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി അന്ന് ജാമ്യം നൽകി. ഈ ജാമ്യവ്യവസ്ഥകൾ നിലനിൽക്കെ തന്നെയാണ് പിന്നെയും PC-യുടെ ഭാഗത്തു നിന്നും വിദ്വേഷ പരാമർശം ഉണ്ടാകുന്നത്. ഇതൊരിക്കലും അബദ്ധമായി ഒരിക്കലും കാണാൻ സാധിക്കില്ല. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് മനഃപൂർവ്വമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. സമൂഹത്തിൽ വർഗീയ കലാപത്തിനടക്കം, കലാപാഹ്വാനത്തിനടക്കം, മതസ്പർദ്ധ നടത്താനടക്കം നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം ചുമത്തിയാണ് പോലീസ് അങ്ങനെ കേസെടുത്തത്. ഇതുകൂടാതെ ഇതിനിടയിൽ സോളാർ പീഡന കേസിലെ പരാതിക്കാരി നൽകിയ മറ്റൊരു പീഡന പരാതിയിലും PC-യെ അറസ്റ്റ് ചെയ്ത സംഭവമുണ്ടായിരുന്നു. തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി കടന്നു പിടിച്ചെന്നും ഫോണിലൂടെ അശ്ലീല സന്ദേശം അയച്ചു എന്നുള്ളതായിരുന്നു പരാതി. അതിൻ്റെ വോയിസ് റെക്കോർഡ് അടക്കം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. കേസിൽ അന്ന് മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചനയ്ക്കായി വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് പരാതിയായി നൽകിയിട്ടുണ്ടായിരുന്നത്. ചോദ്യം ചെയ്യലിനായി PC വിധേയനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. അങ്ങനെ സംഭവബഹുലമായ PC-യുടെ വിവാദ പരാമർശങ്ങൾ, പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള, റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് വീണ്ടും വഴിതെളിച്ചു വിട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.